For our devotion this morning, I am choosing a verse from the Gospel portion that is read to us. That is from the Gospel of St. Luke, chapter 1, verse 20. ഇങ്ങനെ നനച്ചിരിക്കുമ്പോൾ കർത്താവിൻ്റെ ദൂതൻ അവന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി. ദാവീദിൻ്റെ മകനായ ജോസഫേ, നിന്റെ ഭാര്യയായ മറിയെ ചേർത്തുകൊള്ളുവാൻ ശങ്കിക്കേണ്ട. അവൾ ഉൽപ്പാദിതമായത് പരിശുദ്ധാത്മാവിനാലാകുന്നു. വേഴ്സ് 21. അവളുടെ മകനെ പ്രസവിക്കും, അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കുന്നുണ്ട്. നീ അവനെ യേശു എന്ന പേർ ഇടണം. Let me tell you the main points that I have for our devotion. I may not go into all the points, but then keep these four main points so that we can ponder upon the Bible portion even later on. 1. God is the navigator of our life. God is the navigator of our life. And number 2, we are all called to participate in the redemptive activity of God. Because Jesus, the Son of God, is the Savior of the whole world. So in giving Jesus Christ to this world, God is expressing His redemptive activity of the whole creation. And we are called to participate in the redemptive activity of God. And number 3, there is a missional aspect to the justice that we are speaking about. Missional aspect of justice. And number 4, having a disciplined life as a disciple of Jesus. It means also to preserve life. So discipleship includes preservation of life. As I told you in the beginning, I won't be able to go into all the 4 aspects of this devotion. But you can later on think about the various dimensions revealed in the scripture. And in conclusion, I wanted to add the song of our Sajanachan. ഒരു മഴയും തോരാതിരുന്നിട്ടില്ല, ഒരു രാവും പുലരാതിരുന്നിട്ടില്ല. What is life? Life is a gift of God. നമ്മൾ ജീവിക്കുന്ന നമ്മളുടെ ജീവിതം ദൈവത്തിൻ്റെ ദാനമാണ്. ഇത് കർത്താവായ യേശു ക്രിസ്തു ശമരിയാക്കാരത്തെ സ്ത്രീയോട് പറഞ്ഞു, നീ ദൈവത്തിൻ്റെ ദാനമാണ് എന്ന് അറിഞ്ഞിരുന്നുവെങ്കിൽ. ഇത് എല്ലാ ദിവസവും രാവിലെ ഒന്ന് നമ്മളോട് തന്നെ പറയുന്നത് നല്ലതാണ്. ഈ ജീവിതം ദൈവത്തിൻ്റെ ദാനമാണ്, എൻ്റേതല്ല, ദൈവത്തിൻ്റേതാണ്. ഇന്ന് നമ്മൾ ജീവിക്കുന്ന ഒരു ഡിജിറ്റൽ വേൾഡിലാണ്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു പകുതിയേറ്റം വരെ ഞാൻ എത്തുന്നുള്ളൂ. പിന്നെയുണ്ട് GPS, ChatGPT, AI. ഈ ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്നാൽ ഇതിലെല്ലാം അടങ്ങിയിരിക്കുന്ന സത്യങ്ങളെ ഗ്രഹിപ്പാനായിട്ടുള്ള
പരിജ്ഞാനം ദൈവം നമുക്ക് നൽകുമ്പോൾ, remember, God is the navigator of our life. He is the creator God and He has the will and purpose about the life of each person. Blueprint എല്ലാം അവിടെയാണ്. ഞാൻ ആരെ ന്യായം വിധിക്കുന്നതിനായിട്ട് രാവിലെ സമയം എടുക്കുന്നില്ല. എന്നാൽ നിങ്ങൾ തന്നെ നിങ്ങളുടെ കോൺഷ്യൻസിൽ ഈ ചോദ്യം ചോദിക്കേണ്ടതായിട്ടുണ്ട്. ജീവിതത്തിൻ്റെ എല്ലാ നിമിഷങ്ങളിലും ദൈവമാണ് ഈ ജീവിതത്തിൻ്റെ നാവിഗേറ്റർ എന്നത് അംഗീകരിക്കാനായിട്ട് സാധിക്കുന്നത്. വാഹനമൊക്കെ ഓടിച്ചു പോകുന്നതായിട്ടുള്ള അവസരത്തിൽ ഇപ്പോൾ എങ്ങോട്ട് തിരിയണമെന്ന് നമ്മൾ അറിയണ്ട, GPS നമ്മളോട് പറയും, അല്ലെ അത് കാണിക്കും. അതനുസരിച്ചാണ് നമ്മൾ തിരിഞ്ഞു പോകുന്നത്. തെറ്റിയാൽ പോലും അത് ശരിയാക്കി കൊണ്ടുവരാൻ അതിനറിയാം. അതുകൊണ്ട് നമ്മൾ തെറ്റുമെന്ന് വിചാരിക്കുന്നില്ല. ദൈവത്തെ ജീവിതത്തെ ഉടയനായിട്ട് കാണാനായിട്ട് സാധിക്കുമെങ്കിൽ നമ്മൾ തിരിച്ചറിയേണ്ടതായുള്ളൊരു വസ്തുത, ദൈവഹിതപ്രകാരമാണ് എൻ്റെ ഹിതത്തെ ഞാൻ ട്രാൻസ്ഫോം ചെയ്യേണ്ടത്. നമ്മളുടെ ജീവിതത്തെ ആരും തിരുത്തുന്നത് നമുക്കിഷ്ടമില്ല. നീ ആരാ എന്നോട് പറയും? അപ്പോൾ അതല്ല ഞാൻ വിട്ടിരിക്കുന്നു. എന്നാൽ ഇതാണ് നമ്മളുടെ മനസ്സിലുള്ള ചിന്ത. ഉടയനായുള്ള ദൈവം നമ്മളുടെ ജീവിതത്തിൽ ഡിറ്റൂർ നൽകും, വഴിത്തിരിവുകൾ നൽകും. ഈ വഴിത്തിരിവുകളെ ദൈവഹിതപ്രകാരം അംഗീകരിക്കാനായിട്ടുള്ള മനസ്സ് നമുക്കുണ്ടോ? Living in the West, we always rationalize and would accept only things that are reasonable to our mind. അതുകൊണ്ടാണ് ജോസഫ് മറിയെ ഗൂഢമായിട്ട് ഉപേക്ഷിക്കാനായിട്ട് ചിന്തിച്ചത്. ജോസഫ് മറിയെ ഗൂഢമായിട്ട് ഉപേക്ഷിക്കുവാനായിട്ട് ചിന്തിച്ചത്. I don't care. Come what may, that's her affair. She will look into it. Why should I bother about it? അപ്പോഴാണ് ദൈവം ജോസഫിനെ വിളിക്കുന്നത്, ദാവീദിൻ്റെ മകനായ ജോസഫെ. വാക്കുകളൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, ഞാനത് വിശദീകരിക്കാനായിട്ട് ശ്രമിക്കുന്നില്ല. മത്തായിയുടെ സുവിശേഷം തന്നെ യഹൂദന്മാർക്ക് വേണ്ടി എഴുതിയതാണ്. അതുകൊണ്ട് ദാവീദിൻ്റെ സന്തതി എന്നൊക്കെ പറയുന്ന വളരെ അർത്ഥവത്തായിട്ടുള്ള വാക്കുകളാണ്. ദാവീദിൻ്റെ സന്തതിയായ ജോസഫെ. പിന്നെ പറയുന്നത് എന്താ? നിന്റെ ഭാര്യയായ മറിയെ സ്വീകരിക്കുന്നതിനായിട്ട് നീ ശങ്കിക്കേണ്ട. Are we subject to this kind of correction in our life? That God can correct us? That God can navigate our life? And God can decide where we should go and how we should go. ജോസഫ് ഉറക്കമുണർന്ന് മറിയെ ചേർത്തുകൊണ്ടു. They started a new life for him, a new life of lots of troubles and problems. ഒരു കാര്യം മാത്രം പറഞ്ഞ് ഞാൻ ആ വിഷയം വിടാം. ജോസഫ് ഒരു യൗവനക്കാരനാണ്, ഒരു ഗ്രാമീണനാണ്, നസ്രത്തിലെ ഒരു തച്ചനാണ്, കാർപ്പൻട്രി ഷോപ്പ്. അപ്പോഴാണ് യെരുശലേമിലേക്ക് പോകേണ്ടതായിട്ടുള്ള ആവശ്യകത ഉണ്ടാകുന്നത്.
മറിയയും കൂടെ കൊണ്ടുപോകണം. മറിയ ഭാര്യയാണ്, അതുകൊണ്ട് കൊണ്ടുപോകണം. അപ്പോൾ കാർപ്പൻട്രി ഷോപ്പ് അങ്ങ് അടച്ചു. ഇവിടെ വെസ്റ്റിൽ താമസിക്കുന്നതായുള്ള നമുക്ക് നിങ്ങളുടെയൊക്കെ അറ്റൻഷൻ ഇങ്ങോട്ടാണെങ്കിൽ നല്ല, അല്ലെങ്കിൽ പിന്നെ ഞാൻ തന്നെ സമയം ചെലവഴിക്കുന്നത്. ഞാൻ കാണുന്നുണ്ട് നിങ്ങളുടെ മുഖം അങ്ങോട്ടാണ് പോകുന്നത്, നീ ആരെ നോക്കുന്നത്, എന്തോ മനസ്സ് വിചാരിക്കുന്നതൊക്കെ കുറേയൊക്കെ അട്പോട്ട് ലീവ് ഇറ്റ്. പേ യുവർ അറ്റൻഷൻ. ഐ വോണ്ട് ബി സ്പീക്കിംഗ് ഫോർ ലോങ്. പേ യുവർ അറ്റൻഷൻ. കട പൂട്ടി. നമ്മൾ ഒരു യാത്രയ്ക്ക് പോകാനായിട്ട് ഒരുങ്ങുന്നുവെങ്കിൽ എന്തുമാത്രം കാര്യങ്ങൾ പ്ലാൻ ചെയ്യും. ആ പ്ലാനിങ്ങിൽ ഉൾപ്പെടുന്നതെല്ലാം ഈ ജോസഫിൻ്റെ യെരുശലേമിലേക്കുള്ള യാത്രകൾ കാണാനായിട്ട് കഴിയുന്നുണ്ട്. 3 days, 5 days, 2 weeks, എന്നിട്ട് തിരിച്ചു വരാം. നിങ്ങൾക്കറിയാമോ, യെരുശലേമിൽ പോയ അവസരത്തിൽ ഒരു കുഞ്ഞ് ജനിച്ചു. പിന്നെ ഈ മറിയയ്ക്കും കുഞ്ഞിനും പ്രയാസമുണ്ടാവും എന്ന് കണ്ടതായിട്ടുള്ള അവസരത്തിൽ അവരെ കൊണ്ട് ഈജിപ്തിലേക്ക് യാത്ര ചെയ്തു. ഹെരോദാവ് മരിച്ചതിന് ശേഷം അവർ മടങ്ങി വന്നു ഗലീലയിലേക്ക്. അവിടുന്നാണ് പിന്നീട് നസറത്തിൽ പോയത്. അപ്പോൾ ഈ വർക്ക്ഷോപ്പ് എത്ര ദിവസം അടച്ചിടേണ്ടി വന്ന് കാണും? ചിന്തിച്ചിട്ടുണ്ട്. നമ്മളുടെ ജീവിതത്തിൽ ഇങ്ങനെ ദൈവത്തിൽ കാര്യങ്ങളൊക്കെ ഫലമേൽപ്പിച്ച് ദൈവപ്രകാരം ജീവിക്കുന്നതിനായി ജീവിതത്തെ ഒഴിഞ്ഞു വയ്ക്കുന്നതിനായിട്ട് സാധിക്കുന്നുണ്ട്. Certainly there will be dead end in our journey of life. ഈ ഡെഡ് എൻഡ് ഉണ്ടാകുന്ന അവസരത്തിൽ നമുക്ക് വഴിത്തിരിവ് നൽകുന്ന, ഡിറ്റൂർ നൽകുന്നതായിട്ടുള്ള ദൈവത്തിൻ്റെ കരങ്ങളിൽ there's a bunch of keys. Do we realize that? If that door is closed, he will open another door for you. Because he provides. He is trustworthy. രണ്ടാമത്തേത് വളരെ എളുപ്പമാണ് മനസ്സിലാക്കാനായിട്ട്. ദൈവത്തിൻ്റെ രക്ഷണ്യ പ്രവർത്തനം യേശുവിലൂടെ നിറവേറ്റുവാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ ജോസഫിനോട് പറയുകയാണ്, നീ ഇതിനോട് കൂടെ ചേരണം. വല്ല കാര്യവുമുണ്ടോ? എന്നാൽ ദൈവം ആവശ്യപ്പെടുകയാണ്, നീ ചേർന്ന് വെക്കുള്ളൂ, നീ അവളെ സ്വീകരിക്കണം. അവിടെ കൊണ്ടും തീരുന്നില്ല, അവനോട് ആവശ്യപ്പെടുകയാണ്. ജോസഫിനോട് പറയുകയാണ്, നീ അവന് പേരിടണം. അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് അവന് യേശു എന്ന്, ആര്? ജോസഫ്. ലോങ് ലാസ്റ്റിംഗ് റിലേഷൻഷിപ്പുള്ള വിവാഹ ജീവിതത്തിൻ്റെ ഉടമകളാണ് ഇവിടെ ഇരിക്കുന്നത് എന്ന് ഞാൻ വിചാരിക്കുന്നു. ജീവിതത്തിൽ എത്രയോ പ്രാവശ്യം മതിയായി എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മൾ. I am fed up. ദൈവം നമ്മെ നോക്കിക്കൊണ്ട് പറയും, not yet.
You have miles and miles to go. ഏലിയാവിനോട് ദൈവം അത് പറഞ്ഞു. 1 രാജാക്കന്മാർ 19 അധ്യായം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. Not yet. ഇസബേലിനെ പേടിച്ച് ഓടി ഓടി ചെടിയുടെ ചുവട്ടിൽ കിടക്കുന്നതായിട്ടുള്ള ഏലിയാവിനെ ഭക്ഷണം കൊടുക്കുകയാണ്. ഭക്ഷണം കഴിച്ച് നല്ല സന്തോഷമായിട്ട് കഴിച്ചു. പിന്നെയും കിടന്നുറങ്ങി. തട്ടി ഉണർത്തി. നീ കഴിക്കുക, നിനക്ക് ഒത്തിരി യാത്ര ചെയ്യാനായിട്ടുണ്ട്. ദൈവത്തിൻ്റെ രക്ഷണീയ പ്രവർത്തനത്തിൽ പങ്കാളിത്തം വഹിക്കുവാനായിട്ട് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു എന്നത് ചിന്തിപ്പാനായിട്ട് സാധിക്കും. ഇന്ന് ജെയിംസ് അച്ഛൻ നല്ലൊരു പ്രാർത്ഥന ബർത്ത്ഡേ വെഡിങ് ആനിവേഴ്സറി സമയത്ത് പ്രാർത്ഥിച്ചു. നിങ്ങൾ കേട്ടോന്ന് എനിക്കറിയാനായിട്ട് പാടില്ല. അച്ഛൻ പറഞ്ഞു, ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന വിവാഹ ജീവിതത്തിലൂടെ സ്വർഗരാജ്യത്തിൻ്റെ സന്തോഷം നുകർന്ന് അനുഭവിക്കാനായിട്ട് ഇടയാകണം. അതുപോലെ ആയിരിക്കത്തില്ല. ഞാൻ ഈ വാക്കുകളൊക്കെ ചേർത്ത് കാണും. എന്നാൽ അതാണ് അതിൻ്റെ എസൻസ്. You can experience the kingdom of God right in the relationship God has given to you in the better life. എത്രാമത്തെ ഭാര്യയാണെന്നോ എത്രാമത്തെ ഭർത്താവാണെന്നൊന്നുമല്ല ഇവിടെ ചോദിക്കുന്നത്. ദൈവം കൂട്ടിച്ചേർത്തതിനെ മനുഷ്യൻ വേർതിരിക്കരുത് എന്ന് ദൈവദിനം പറയുന്നത് ജീവിതത്തിൽ അന്വർത്ഥമാക്കി തീർക്കുവാൻ നമുക്ക് ഈ കാലഘട്ടത്തിൽ, നമ്മളുടെ ജീവിതത്തിൽ മാത്രമല്ല, ജനറേഷൻസിൽ, മക്കളുടെ കാലഘട്ടത്തിൽ, കൊച്ചുമക്കളുടെ കാലഘട്ടത്തിൽ സാധ്യമായിട്ട് തീരുന്നുണ്ട്. That's the reason why I said the children should be here, part of the congregation. They should listen to the words. നമുക്ക് ഇഷ്ടമില്ലാത്തതിനെ സ്വീകരിക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മോട് ആവശ്യപ്പെട്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കി ബിറ്റർ എക്സ്പീരിയൻസസ് വരുന്നതായുള്ള അവസരത്തിൽ പോലും ദൈവത്തെ മുറുകെ പിടിച്ച് ജീവിപ്പാനായിട്ട് ഇടയായിട്ട് തീരുന്നിടത്താണ് ദാമ്പത്യ ജീവിതത്തിൻ്റെ രഹസ്യം എന്നത് ഞാൻ പറഞ്ഞു തരണം. മഹാരാഷ്ട്രയിലുള്ള ഒരു യുവതിയെക്കുറിച്ച് അടുത്ത സമയത്ത് ഞാൻ വായിക്കുകയുണ്ടായി. അവളുടെ ടീനേജിൽ, അന്ന് ആ കാലഘട്ടത്തിൽ ആ ഗ്രാമത്തിലൊക്കെ ഉണ്ടായിരുന്ന രീതിയിൽ, ഷീ വാസ് മാരീഡ് ടു എ മാൻ, don't get wondered, 20 years elder to her. ഇന്ന് നടക്കത്തില്ല അന്നത്തെ കാര്യമാണ്. And she gave birth to 3 girl children. ഇവിടെ പ്രശ്നമില്ല. ഇന്ത്യയിൽ 3 പെൺകുട്ടികളെ വിവാഹ ജീവിതത്തിൽ ഉളവാക്കി കഴിഞ്ഞാൽ പിന്നെ എന്താ ചിന്തിക്കുന്നത്? ഡിസ്കാർഡ്. കണ്ട് ഉപദ്രവിക്കാൻ തുടങ്ങി ഭർത്താവ്. ഉപദ്രവിച്ച് അവൾ ചാകുമെന്നായപ്പോൾ വലിച്ചുകൊണ്ടുപോയി. 4ാമത്തെ ഗർഭത്തിലാണ്, 4ാമത്തെ പെൺകുട്ടിയാണെന്ന് മനസ്സിലാക്കി കാണും. അപ്പോഴാണ് വലിച്ചു കൊണ്ടുപോയി കാലിത്തൊഴുത്തിലിട്ടു. ആ പശുക്കളെല്ലാം ചവിട്ടിയാണ് അവൾ മരിച്ചത് എന്ന് വരുത്തി വയ്ക്കാനായിട്ട്. See how the people are doing things. എന്നാൽ അവിടെ ഉണ്ടായിരുന്നൊരു പശു, ലിസൺ ടു മീ കെയർഫുള്ളി, അവിടെ ഉണ്ടായിരുന്നൊരു പശു തൻ്റെ 4 കാലുകളുടെ ഇടയിൽ അവളെ കിടത്തി. അവൾക്കൊരു ഉപദ്രവവും ഉണ്ടായിരിക്കും സൂക്ഷിച്ചു. എന്താണ് പ്രസവമെന്നും പ്രസവവേദന എന്നൊക്കെ അറിയാവുന്നതായുള്ളൊരു പശു അവളെ സംരക്ഷിച്ചു. അവൾ 4ാമത്തെ കുഞ്ഞിന് ജന്മം നൽകി. ചോര ഒലിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ തന്നെ മദേഴ്സ് വുഡ് അണ്ടർസ്റ്റാൻഡ്. അവൾ അവിടെ നിന്ന് എഴുന്നേറ്റ് അമ്മയുടെ വീട്ടിൽ ചെന്നു, തൻ്റെ സ്വന്തം അമ്മയുടെ വീട്ടിൽ ചെന്നു. തള്ളി.
സ്വീകരിച്ചില്ല. She wanted to commit suicide because that's the end of life. അപ്പോൾ ഓർത്തു, ദൈവം എനിക്ക് തന്നതായിട്ടുള്ള 4 കുഞ്ഞുങ്ങളുണ്ട്, അവരാരും നോക്കും? So she decided to beg for alms and whatever she gets with that to feed the mouth. അങ്ങനെ തുടങ്ങി. ഈ റെയിൽവേ സ്റ്റേഷനിലൊക്കെ കിടന്നുറങ്ങുന്നതിനായിട്ടാണ് ആദ്യം താല്പര്യപ്പെട്ടത്. അവിടെ പോയി റെയിൽവേ സ്റ്റേഷനിൽ കിടന്നാലുള്ള പ്രശ്നം നിങ്ങൾക്ക് മനസ്സിലാകും. അവളത് ഉപേക്ഷിച്ചു. എന്നിട്ട് പിന്നെ എവിടെ പോയെന്നറിയാമോ? ആരും പോകാത്തതായിട്ടുള്ള സെമിത്തേരിയിൽ പോയി കിടന്നു. അവളവിടുന്ന് ഇറങ്ങി വരുന്നുണ്ടെങ്കിൽ ആളുകൾ വിളിക്കാൻ തുടങ്ങി, പ്രേതം വരുന്നു, പ്രേതം വരുന്നു. എന്നാൽ ഈ റെയിൽവേ സ്റ്റേഷനിലും മറ്റുമൊക്കെ ഭിക്ഷ അയച്ച് നടന്നുകൊണ്ട് അവൾക്ക് മനസ്സിലായി അവിടെയുള്ളതായിട്ടുള്ള പല ആളുകൾക്കും മാതാപിതാക്കൾ ഉപേക്ഷിക്കപ്പെട്ടവരാണ്. അബാൻഡൻ ചിൽഡ്രൻ. 430 കുഞ്ഞുങ്ങളെ ചേർത്ത് അവരെ പരിപാലിക്കുന്നതിനായിട്ട് ജീവിതം വിനിയോഗിച്ചു. Not a simple thing. 430 children under the care of a widow who has nothing to say, I own this. How is it possible? It's possible with God. എൻ്റെ അവസാന ഭാഗത്തേക്ക് വരട്ടെ. ബാക്കിയുള്ളതെല്ലാം നിങ്ങൾക്ക് ഡിവോഷന് വേണ്ടിയിട്ട് വിടുന്നു. ഒരു മഴയും തോരാതിരുന്നിട്ടില്ല, ഒരു രാവും പുലരാതിരുന്നിട്ടില്ല. സത്യമാണ്. ഒരു മഴയും തോരാതിരുന്നിട്ടില്ല. Are we patient enough to see the work of God in our life? Are we patient enough to see the work of God in our life? Very easy for us to say, or for other people to say, that your life is a failure. But God will not say it. God will not say it. അവിടെ കാലം ചെയ്ത ഫിലിപ്പോസ് മാർ ക്രിസോസ്റ്റം വലിയ മെത്രാപ്പോലീത്ത തിരുമേനി തൻ്റെ പ്രസംഗത്തിലൂടെ, അവസാന സമയത്തുള്ള പ്രസംഗത്തിലൂടെ പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്. ഈ ലോകത്തെ കാണുന്ന സഹജീവികളിൽ ആരും വേണ്ടാത്തവരായിട്ട് കാണരുത്. They are all needed. നമ്മൾ പറയും, അവർക്ക് എന്നാ ചെയ്യാനാ, അവരെന്നാ ചെയ്യും, അവർക്കെന്നാ ഉണ്ട്. ഒരു പരമസത്യം അങ്ങ് മനസ്സിലാക്കിയാൽ മതി. വി ആർ ഓൾ ലിവിങ് ബിക്കോസ് ഓഫ് സോ മെനി അതർ പീപ്പിൾ. WCCയുടെ മീറ്റിങ്ങിൽ ഒരു കുഞ്ഞിനെ ഓഫർ ചെയ്തതിനു ശേഷം സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് വന്നതായിട്ടുള്ള ഒരു സ്ത്രീ പറഞ്ഞു, we live because of participation. We live because of participation. We need the other. The other is not wanted എന്ന് പറയാനായിട്ടല്ല. The other is wanted. Whoever the person is, whether it is a male or a female, grown up or a child, everybody is precious in the sight of God. Everybody is precious in the sight. എന്താ ക്രിസ്മസ് പറയുന്നത്? സകല ജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം ഞാൻ നിങ്ങളോട് ഘോഷിക്കുന്നു. It's a joy for everyone. Christmas. And what is the message of Christmas? Redemption. Redeeming people. And how can we participate in the redemptive activity of God? By putting our mind into it. So what is your mindset? What is our mindset?
when we come to the presence of God? നമ്മുടെ പ്രാർത്ഥനകളെല്ലാം അർത്ഥവത്താണ്. ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. പക്ഷേ അർത്ഥവത്തായിട്ടുള്ള പ്രാർത്ഥന നമ്മൾ ഉരുവിടുമ്പോൾ അതിൻ്റെ അർത്ഥം ഗ്രഹിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ? നല്ലവനായ ദൈവമേ, ഒരു സിമ്പിൾ സ്റ്റേറ്റ്മെൻറ്റാണ്. നല്ലവനായിട്ടുള്ള ദൈവമേ. ഈ ദൈവത്തിൻ്റെ നന്മയെ എങ്ങനെയാണ് കാണാൻ സാധിക്കുന്നത്? ഈ ദൈവത്തെ ആരാധിക്കുന്നതായുള്ള നമ്മിലൂടെ ആ ദൈവത്തിൻ്റെ നന്മയെ എങ്ങനെയാണ് മറ്റുള്ളവർക്ക് കാണാൻ സാധിക്കുന്നത്? ഇന്ന് യുദ്ധങ്ങളും കെടുതികളും ഒക്കെ ഉള്ളതായിട്ടുള്ളൊരു ലോകത്തിലാണ് ജീവിക്കുന്നത് എന്നത് നിങ്ങളെപ്പോലെ തന്നെ എനിക്കും അറിയാം. എത്ര ജീവിതങ്ങളാണ് ഓരോ ദിവസവും മരണമടഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ദൈവത്തിൻ്റെ ശിഷ്യത്വം സ്വീകരിക്കുന്നതല്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം ജീവനെ ഹനിക്കുന്നതല്ല, ജീവനെ രക്ഷിക്കുന്നതാണ് ദൈവം ഏൽപ്പിച്ചിരിക്കുന്നതായുള്ള ദൗത്യം. Every life is precious. Preserve it. Come what may. We may not like the trend. We may not like the detour. We may not like the responsibilities. We may not like the future outcome which we generally speak about. But can we rest assured that we are in the hands of God and He is our navigator. He is our Lord, He is our Savior, and He is our Master, and I am His disciple. So discipline the life. Discipline the life so that we will preserve every other person. Every other person. വേണ്ടാത്തവരായിട്ട് നമുക്ക് ആരും ഉണ്ടാവരുത്. എല്ലാം വേണ്ടിയവരാണ്. So let us come together knowing that we are all called to be in the kingdom of God. The church is called to journey into the kingdom of God, embracing other people, be an inclusive community. മനോഹരമായ ദേവാലയത്തിൽ വരുവാൻ സാധിച്ചതിൽ എനിക്ക് സന്തോഷമുണ്ട്. ഈ ദേവാലയമായി ഇവിടെ ലഭ്യമായി തീരുവാൻ്റെ കാരണം ഈ പ്രദേശത്തുള്ള നെയ്ബർഹുഡ് പീപ്പിൾ അനുവദിച്ചിട്ടാണ് എന്നത് എനിക്കറിയാം. And we should always remember that. Always remember that. We are here, or we are what we are, because of the love, care, and the concern other people showed towards us. And that's our discipline also. എൻ്റെ വാക്കുകൾ നിർത്തുകയാണ്. ഒന്ന്, God is our navigator. Always, God is our navigator. Number two, we have participation in the redemptive activity of God. Three, when you speak about justice, അതാണല്ലോ എപ്പോഴും പറയുന്നത്. അവൻ എന്നെ അടിച്ചു, അവനിലൊരു നീതിയുമില്ല. For the justice that we are speaking about, there's a missional aspect. When I say missional aspect, it should go out of you. Reaching out. Missional aspect. Reaching out to the other people. And നാലാമത് ഞാൻ പറഞ്ഞത്, there's a dimension of discipleship which is disciplining our life. What for? To preserve every life on this planet Earth. Preserve every life on this planet Earth. നമുക്ക് പ്രാർത്ഥിക്കാം. Mrs. Pondama Matthew Aunty will lead us in prayer. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം. ദൈവമേ, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാതം കാണുവാനുള്ള ഭാഗ്യം തന്ന ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. അവിടുത്തെ മാറ്റമില്ലാത്ത സ്നേഹത്തിനായി, കരുതലിനായി ഞങ്ങൾ സ്തുതിക്കുന്നു. അപ്പാ,
അനേകർ രോഗത്തിലും ദുഃഖത്തിലും വേദനയിലും ഒക്കെ കഴിയുമ്പോൾ ഞങ്ങൾക്ക് തന്നിരിക്കുന്ന സൗഖ്യ സമാധാനത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു കർത്താവേ. ഞങ്ങളവിടുത്തെ പാദപിടത്തിൽ വരികയാകുന്നു പ്രാർത്ഥനയ്ക്കായി. അവിടുന്ന് പ്രാർത്ഥനയുടെ ആത്മാവിനെ ഞങ്ങളിൽ പകരണമേ ദൈവമേ. അവിടുന്ന് പ്രാർത്ഥനയും കൂട്ടായ്മയും ഒക്കെ ഇഷ്ടപ്പെടുന്ന ദൈവമാകയാൽ സ്തോത്രം കർത്താവേ. എൻ്റെ കർത്താവും ദൈവമേ, അടിയൻ്റെ പ്രാർത്ഥന അവിടുന്ന് നൽധൂപമായും കൈകളെ മലർത്തുന്നത് സന്ധ്യായാഗമായും സ്വീകരിച്ച് ഞങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് ഞങ്ങളുടെ പ്രാർത്ഥന ശ്രദ്ധ വെച്ച് കേൾക്കുന്ന ദൈവമാകയാൽ സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം കർത്താവേ. അവിടുത്തെ മകനിൽ കൂടി കേൾപ്പിച്ച ദൈവവചനത്തിനായി സ്തോത്രം കർത്താവെ. ജീവിതം അവിടുത്തെ ദാനമാകുന്നു. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ നാവിഗേറ്ററിന് അവിടുന്നാകുന്നു എന്ന് ഒരു പ്രാവശ്യം കൂടി ഞങ്ങളെ കേൾപ്പിച്ചതിനായി നന്ദിയോടെ സ്തോത്രം. ഈ ക്രിസ്തുമസ് കാലങ്ങളിൽ കർത്താവെ, ഞങ്ങളെ തന്നെ ജീവിതമെന്ന് ശുദ്ധീകരിക്കുവാൻ, ജീവിതശുദ്ധി പാലിക്കുവാൻ, ദൈവത്തിനും മനുഷ്യർക്കും മുൻപാകെ കൊള്ളാവുന്നവരായി ജീവിപ്പാൻ ഞങ്ങളെ ഒരുക്കണമേ കർത്താവെ. ക്രിസ്തു ഞങ്ങളിൽ ജനിക്കുന്ന ഒരു അനുഭവം ഞങ്ങൾക്ക് തരണമേ കർത്താവെ. ഞങ്ങൾ ഏതുമില്ല എന്ന് ഞങ്ങൾ തന്നെ സമ്മതിക്കുന്ന ഒരവസ്ഥ ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പ. അപ്പോഴാണല്ലോ ക്രിസ്തുമസ് യാഥാർത്ഥ്യമാകുന്നത് കർത്താവെ. അല്ലാതെ ഈ ആഘോഷങ്ങളൊന്നും അല്ല എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു അപ്പ. എൻ്റെ കർത്താവെ, വചനം പറഞ്ഞ് അവിടുത്തെ മകനെ അവിടുത്തെ പ്രത്യേകമായി അവിടുത്തെ കരത്തിൽ തരുന്നു കർത്താവെ. തിരുമേനിക്ക് കൊടുത്ത സൗഖ്യത്തിനായി, ആരോഗ്യത്തിനായി, സുഖത്തിനായി എല്ലാം നന്ദി അപ്പച്ച. മടക്കയാത്രയിലും അവിടുത്തെ കൃപ അവിടുത്തെ മകനിൽ ധാരാളമായി പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അച്ഛന്മാരെ എല്ലാവരെയും പേരായി അവിടുത്തെ പാദത്തിൽ വയ്ക്കുന്നു കർത്താവെ. അനുഗ്രഹിച്ചാട്ട കർത്താവെ. എൻ്റെ കർത്താവും ദൈവമേ, ഞങ്ങൾ അവിടുത്തെ തിരുശരീരവും തിരുരക്തവും ഭക്ഷിപ്പാനും പാനം ചെയ്യുവാനും ഒരുങ്ങുകയാകുന്നു കർത്താവെ. തകർന്ന ഹൃദയത്തോടെ, അതിലുമേറെ അനുതാപ ഹൃദയത്തോടു കൂടി ഞങ്ങൾ അവിടുത്തെ സന്നിധിയിൽ മുട്ടുമടക്കുവാൻ, ഇത് ഞങ്ങളുടെ ജീവിതത്തിന്റെ വിടുതലിന്റെ ആകുന്നു എന്ന് യഥാർത്ഥമായി മനസ്സിലാക്കിക്കൊണ്ട് മുട്ടുകുത്തുവാൻ സ്വർഗമേ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് യഥാർത്ഥമായ ഒരു അനുതാപം തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങളെ ഇവിടെ വന്നുകൂടിയിരിക്കുന്ന ഞങ്ങളെ എല്ലാവരെയും അനുഗ്രഹിച്ചാട്ടെ കർത്താവെ. ബലഹീനരുണ്ട്, ക്ഷീണിതരുണ്ട്, എല്ലാവരെയും ശക്തിപ്പെടുത്തിക്കാട്ടെ കർത്താവെ. അല്പസമയം കൂടി ഞങ്ങൾ അവിടുത്തെ പാദത്തിൽ ഇരിക്കുമ്പോൾ എൻ്റെ കർത്താവെ, അവിടുത്തെ ആത്മാവ് കൊണ്ട് ഞങ്ങളെ എല്ലാം നിറയ്ക്കണമേ. പ്രത്യേകമായി തിരുമേനിയെ ഒരു പ്രാവശ്യം കൂടി അവിടുത്തെ പാദത്തിൽ വയ്ക്കുന്നു. ഈ കുർബാന ലീഡ് ചെയ്യുവാനുള്ള ഇരട്ടി ശക്തിയുടെ ആത്മാവിനെ അവിടുത്തെ ദാസിന്റെ ഉള്ളിൽ പകർന്നു കൊടുത്താട്ടെ. മഹത്വം അവിടുന്ന് എടുത്താട്ടെ. യേശു അപ്പച്ചന്റെ പൊന്നുനാമത്തിൽ തന്നെ ആമേൻ. ഇവിടെ വരുവാനും നിങ്ങളോടെല്ലാവരോടും ചേർന്ന് ആരാധനയിൽ പങ്കെടുക്കുവാനും ഇടയായിട്ടെത്തുന്നതിലുള്ള സന്തോഷം ഞാൻ അറിയിക്കട്ടെ. എൻ്റെ സ്പൈനൽ കോഡിലൊരു സർജറി കഴിഞ്ഞിട്ട് വിശ്രമിക്കുന്നതായുള്ള അവസരമാണ്. ആ നാളുകളിൽ ആണ് ഇവിടെ വരുന്നതിനായിട്ട് ഇടയായിട്ട് തീർന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇന്ന് പ്രസംഗിക്കുവാനായിട്ട് ഇടയായിട്ട് തീർന്നത്. നിങ്ങളുടെ തുറന്നുള്ള പ്രാർത്ഥന ഉണ്ടായിരിക്കണം എന്നത് സ്നേഹത്തോടെ അറിയിക്കുന്നു. ഞാനൊരു കളക്ഷന് വേണ്ടി വന്നതായിട്ടുള്ള ആളല്ല. എന്നാൽ സഭയുടെ ആവശ്യങ്ങൾ അറിയുന്നതായുള്ള നിങ്ങൾ സഭയുടെ എല്ലാ ആവശ്യങ്ങളിലും പങ്കാളിത്തം വഹിപ്പാൻ്റെ കൊണം താല്പര്യപ്പെടണം എന്നത് ഓർമ്മപ്പെടുത്തുന്നു. ലക്ഷ്യ പ്രോജക്റ്റ് പഠിക്കുന്നതിനായിട്ട് സാമ്പത്തിക പരാധീനതയുള്ളതായിട്ടുള്ള കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നതായിട്ടുള്ളൊരു പ്രോജക്റ്റാണ്. അതിൽ ഫണ്ട്സ് കുറവാണ് എന്നത് ഞാനിങ്ങോട്ട് വരുന്നതായിട്ടുള്ള അവസരത്തിൽ കേൾക്കുകയുണ്ടായി. നഴ്സിങ്ങിന് പോകുന്നതായിട്ടുള്ള കുട്ടികൾ, ഉപരിപഠനത്തിനായിട്ട് മറ്റ് രംഗങ്ങളിൽ പോകുന്നതായിട്ടുള്ള വിദ്യാർത്ഥിനികൾ, മണിപ്പൂരിൽ നിന്ന് നമ്മൾ നിക്കോൾസിൽ താമസിച്ച് പഠിപ്പിക്കുന്നതായിട്ടുള്ള കുഞ്ഞുങ്ങൾ, ആദ്യമായിട്ടുള്ള ആളുകൾക്കെല്ലാം കൊടുത്തുകൊണ്ടിരിക്കുന്നത് ലക്ഷ്യ എന്ന് പറയുന്നതായിട്ടുള്ള ഫണ്ടിൽ നിന്നാണ്. ഞങ്ങളുടെ അടുത്ത സമയത്ത് വൈദിക സെമിനാരിൽ പഠിക്കുന്നതായിട്ടുള്ള ആളുകളുടെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ചൊക്കെ ഒന്ന് അന്വേഷിച്ചതായുള്ള അവസരത്തിൽ 4 കുട്ടികൾക്ക് പഠിക്കുന്നതിനായിട്ട് സാമ്പത്തിക ആവശ്യമുണ്ട് എന്നത് മനസ്സിലാക്കുകയുണ്ടായി. അതിലൊരാളെ ഈ നോർത്ത് അമേരിക്കൻ ഡയസിസിൽ നിന്ന് സ്പോൺസർ ചെയ്തിട്ടുണ്ട് എന്നതും മനസ്സിലാക്കുകയുണ്ടായി. അതുകൊണ്ട് ഇങ്ങനെയുള്ള ആവശ്യങ്ങൾ സഭ അഭിമുഖീകരിക്കുമ്പോൾ സഭാജനങ്ങളായിട്ടുള്ള നാം എല്ലാവരും പ്രകാരമുള്ള ആവശ്യങ്ങളിൽ സഹായിക്കുന്നത്, സപ്പോർട്ട് ചെയ്യുന്നത് ഏറെ സഹായമാണ് എന്നത് ഓർമ്മിപ്പിക്കുന്നു.
വീണ്ടും ഞാൻ പറയട്ടെ, ഞാനൊരു കളക്ഷന് വന്നതല്ല. അതുകൊണ്ട് നിങ്ങളുടെ ഭവനങ്ങളിലൊന്നും വരുന്നതിനായിട്ടോ നിങ്ങളെ നേരിട്ട് കാണുന്നതിനായിട്ടോ ചോദിക്കുന്നതിനായിട്ടോ ഒന്നും ഞാൻ സമയം എടുക്കുന്നതല്ല. ഇന്ന് സമയം അനുവദിക്കുന്നതനുസരിച്ച് കൈമുത്ത് ശുശ്രൂഷ നടത്തുന്നതിനായിട്ട് ശ്രമിക്കാം. എന്നാൽ ഇതിനൊക്കെ എഴുന്നേറ്റുന്ന എല്ലാവരുടെയും കൈമുത്ത് നടത്തുന്നതിനായിട്ട് പ്രയാസമുണ്ട്. അച്ഛന് അനൗൺസ് ചെയ്യുന്നതായിട്ടുള്ള കാര്യങ്ങൾ അവസരത്തിൽ മറ്റുള്ള കാര്യങ്ങൾ പറയും. കൈമുത്ത് ശുശ്രൂഷയ്ക്ക് ശേഷം ഇവിടെ ഒരുക്കിയിരിക്കുന്ന ഫെലോഷിപ്പ് മീലിൽ പോയി സംബന്ധിക്കുന്നതിനായിട്ട് സാധിക്കും. എനിക്കും ഭക്ഷണം കഴിഞ്ഞതിന് ശേഷം നിങ്ങളെല്ലാം കാണുന്നതിനായിട്ട് അല്പസമയമുണ്ടായിരിക്കും. എന്നാൽ ആവശ്യമുള്ള ആളുകൾ വികാരിയച്ഛൻ്റെ നിയന്ത്രണത്തിന് വിധേയമായി കാണുന്നതിനായിട്ട് ശ്രമിക്കുകയായിരിക്കും ഏറ്റവും ഉചിതമായിട്ടുള്ളത്. ഇവിടെ വെസ്ട്രിയിലെ ആ അവസരത്തിൽ ഞാൻ കാണും എന്നത് ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നു. നമ്മളുടെ സ്വയശിക്ഷണമാണ് എല്ലായ്പ്പോഴും എല്ലാ കാര്യങ്ങളും വിജയകരമാക്കി തീർക്കുവാനായിട്ട് ഇടയാവുന്നത്. എല്ലാവരും വരണമെന്നല്ല ഞാൻ പറഞ്ഞത്. അത്യാവശ്യത്തിന് ഞാൻ കാണണമെന്നൊക്കെ അറിയിച്ചിട്ടുള്ള ആൾക്കാരുണ്ട്. പല ഇടവുകളിൽ നിന്നൊക്കെ ഇവിടെ വന്നിട്ടുള്ളതായിട്ടുള്ള ആൾക്കാരുണ്ട്. അങ്ങനെ ഒരുമിച്ച് വന്നതായിട്ടുള്ള അവസരത്തിൽ എനിക്ക് ഓരോരുത്തരെയും കാണുന്നതൊക്കെ സന്തോഷമാണ്. പരിചയങ്ങൾക്ക് പുതുക്കുന്നത് നല്ലതാണ്. പ്രാർത്ഥനയിൽ ഓർക്കാനായിട്ടുള്ള കാര്യങ്ങൾ വീണ്ടും വീണ്ടും അറിയുന്നത് നല്ലതാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ പാസ്റ്ററൽ വിസിറ്റിൻ്റെ അവസരത്തിൽ, എപ്പിസ്കോപ്പൽ വിസിറ്റിൻ്റെ അവസരത്തിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതായുള്ള കാര്യങ്ങളാണ് എന്നുള്ളത് കൊണ്ട് അതിവിടെ ഉണ്ടായിരിക്കും എന്നത് ഓർമ്മപ്പെടുത്തട്ടെ. നിങ്ങളുടെ എല്ലാ സ്നേഹത്തിനും കരുതലിനും പ്രാർത്ഥനയ്ക്കുമായിട്ട് ഞാൻ നന്ദി പറയുന്നു. പൂലാത്തിനിൽ റെസ്റ്റ് കിട്ടുന്നതിനേക്കാട്ടിൽ ഇപ്പോൾ ഇവിടെ മെറിക്കിലുള്ള സൈനായി സെൻറ്ററിൽ താമസിക്കുമ്പോൾ എനിക്ക് റെസ്റ്റ് കിട്ടുന്നുണ്ട് എന്നതുകൂടിയുള്ള സന്തോഷം അറിയിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുന്നു.